വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയെ മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്ന് സ്വീകരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ചരിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒരു ഏടിൽ വിഴിഞ്ഞം തുറമുഖവും ഭാഗമാകുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതാവുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലിനെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി രാവിലെ തന്നെ എത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വി എൻ വാസവൻ അടക്കം നിരവധി പേരാണ് അവിടെ ഒന്നിച്ചു കൂടിയത്. ബലൂണുകൾ പറത്തിയാണ് കപ്പലിനെ സ്വീകരിച്ചത്. ട്രയൽ റൺ ആണെങ്കിൽ പോലും തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇനി വരുന്ന കാലഘട്ടമൊക്കെയും തുറമുഖം വലിയ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. വൈകാതെ തന്നെ കൂടുതൽ മദർഷിപ്പുകൾ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ദീർഘകാലം സ്വപ്നം യാഥാർത്ഥ്യമായെന്നാണ്. സഹകരിച്ച് പിന്തുണ നൽകി എല്ലാവരോടും നന്ദി അറിയിക്കുകയും ചെയ്യും. രാജ്യത്തിന് അഭിമാനമായ മുഹൂർത്തമാണിതെന്നും മദർഷിപ്പുകൾ ധാരാളമായി വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മദർ പോർട്ടായി മാറുന്നത് വലിയൊരു കാര്യമാണ്. ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇത് പൂർത്തിയാകുന്നു. തുറമുഖം 2045 വിഭാവനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2028 അത് പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അയൽ രാജ്യങ്ങൾ കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിന്റെ സാന്നിധ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങൾ കൂടി അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണത എന്നും അദ്ദേഹം വ്യക്തമാക്കി. 212 ദിവസം നീണ്ട ജനകീയ സമരവും ഇതിനുവേണ്ടി നടന്നിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ നാൾവഴികളും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതോടൊപ്പം അന്താരാഷ്ട്ര ലോബികൾ പദ്ധതി തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻപ് ഭരിച്ചിരുന്ന തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവലിനെയും അദ്ദേഹം ഓർത്തു. അതുമാത്രമല്ല ഔട്ടർ റിംഗ് റോഡ് വരുന്നതോടെ തന്നെ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുന്നുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ പോലും മാറ്റിയെഴുതാൻ വിധി വരുന്ന ഒരു സംഭവമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ തന്നെ വിഴിഞ്ഞം പദ്ധതി കൂടുതൽ പ്രവർത്തനക്ഷമമാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. മാറ്റത്തിന്റെ നാൾ തന്നെയാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി വലിയൊരു നേട്ടം തന്നെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം രാജ്യത്തിന്റെയും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നും ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു വിജയാഘോഷം തന്നെയാണ് ഇത് കണ്ടത്. ഏതായാലും വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടു എന്ന് വേണം, ഇത് പദ്ധതി പൂർത്തിയാകുന്ന രീതിയിലേക്ക് പ്രവർത്തനത്തിന് തുടക്കമിട്ടു എന്ന് വേണം ഈ ട്രയൽ റണ്ണിലൂടെ കണക്കാക്കുന്നത്. ഏതായാലും ഇന്നെത്തിയിരിക്കുന്ന സാൻ ഫെർണാണ്ടോ കപ്പൽ ഈ അതിലുള്ള കണ്ടെയ്നറുകളെല്ലാം തുറമുഖത്തിലേക്ക് ഇറക്കി വെച്ച് നാളെ രാവിലെയോടെ മടങ്ങുമെന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.